ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീട്ടിലേക്ക് സ്വാഗതം. നമുക്കൊന്നൊരു അടിപൊളി നെത്തൽ 65-ൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം കേട്ടോ. നെത്തോലി എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീൻ വെച്ചിട്ട് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കിലോ അളവിൽ നല്ല വലിയ നെത്തോലി നോക്കിയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞത് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടത് മിക്സാക്കി എടുക്കാം കേട്ടോ. വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഞാൻ വീഡിയോൻ്റെ ആവശ്യത്തിനായിട്ട് ഒരു പിഞ്ച് കളർപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടത് മിക്സ് ആക്കിയിട്ട് നമുക്കത് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എണ്ണ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് ഓരോരോ മീനുകളായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. മീനുകൾ തിക്കിത്തിരക്കി ഇടരുത് കേട്ടോ, ഓരോന്നായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഫുൾ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കത് ഫ്രൈ ചെയ്ത് പോരാം കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു നെത്തൽ 65-ന്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കിത് വേഗത്തിൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഏകദേശം ഒരു സൈഡ് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ വിട്ട് വിട്ട് വേണം നമ്മുടെ മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. നല്ലപോലെ മൊരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 2-3 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കീറിയതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി നെത്തൽ 65 തയ്യാറായി കിട്ടും കേട്ടോ. ഇതാണ്ടോ, പുറം വശമൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിരിക്കുന്ന, എന്നാൽ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന ഒരു അടിപൊളി നെത്തൽ 65 ആണ്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കത് വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം. നിങ്ങളുടെ വിലയേറിയ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.